അപ്പോൾ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റോ ഒരു വീടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ റിപ്പയറിങ് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മുടെ വീടിന് നല്ലൊരു ലൈഫ് കിട്ടും. ഞാൻ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, 2 bedroom അപ്പാർട്ട്മെൻറ്റ്. എന്താണ് റിപ്പയറിങ് ആൻഡ് മെയിൻ്റനൻസ്? റിനോവേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ചേഞ്ച് വരുന്നത്, ഒരു വീടിൻ്റെ ഫുൾ ചേഞ്ച് ആണ് നമ്മൾ റിനോവേഷനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കിച്ചണിൻ്റെ സിങ്ക് ഈ ഗ്രാനൈറ്റിൻ്റെ അടിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്ലയൻറ്റിന് ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കും ആക്ച്വലി അതൊരു മെയിൻ്റനൻസിലോട്ട് പോകും. എന്ന് വെച്ചാൽ ഈ ഗ്രാനൈറ്റിനെ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് പ്രോപ്പറായിട്ട് വെക്കേണ്ട സിങ്ക് വെക്കാനുള്ള ഒരു ജോലിയായിരിക്കും. അത് മാക്സിമം പോയാൽ ഒരു 20,000, 25,000, 30,000 റുപ്പീസിനകത്തുള്ള വർക്കാണ് വരുന്നത്. എന്നുവെച്ചാൽ ഗ്രാനൈറ്റ് പുതിയത് വേണം, സിങ്ക് പുതിയത് വേണം, പിന്നെ വോൾട്ടൈൽ വേണം, അങ്ങനെ ചെറിയൊരു വർക്ക്. ഇതും ആംസണിൽ അവൈലബിൾ ആണ്. അതിനാണ് ഞങ്ങൾ ആംസൺ പറയുന്നത് റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് സർവീസസ്. ഇനി റിപ്പയറിംഗ് മെയിൻ്റനൻസ് എന്തൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഈ ഉള്ള ഒരു സോഫ, ഈ സോഫ ഇതിൻ്റെ കുഷൻ മൊത്തം ഡാമേജ് ആണ്. ഇത് ഞങ്ങളുടെ കമ്പനി ഇതിനെ പ്രോപ്പറായിട്ട് പുതിയ കുഷൻ ചെയ്ത് ഇതിൻ്റെ ക്ലോത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്ലസ് പോളിഷ്. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, റെൻ്റൽ സർവീസ് നമ്മൾ വുഡിൻ്റെ ഫർണിച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ വുഡ് ഒരിക്കലും പഴകത്തില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ കുഷൻ ചേഞ്ച് ചെയ്യാം. ഈ വുഡ് നമുക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫർണിച്ചറായിട്ട് അത് മാറുകയും ചെയ്യും. ഇത് കൂടാതെ ഇപ്പോൾ ഈ ഫാൻ്റെ കപ്പ് ഡാമേജ് ആണ്. ഇപ്പോൾ ഈ കപ്പ് മാത്രം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഫുൾ ഫാൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കപ്പ് മാത്രം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ പുതിയതാവും. അതുപോലെ ഇതിൻ്റെ ലീഫിലെല്ലാം പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ റിപ്പയറിംഗ് മെയിൻ്റനൻസിനകത്തെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങളിവിടെ ചെയ്യുന്നത് പെയിൻറ്റിംഗ് ഉണ്ട്, ബാത്റൂം ടൈൽസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാവുന്ന ഡാമേജസിനെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, കിച്ചണിൻ്റെ ഹിഞ്ചസ് മാറ്റുന്നുണ്ട്, അതേപോലെ തന്നെ വാർഡ്രോബിൻ്റെ ഹിഞ്ചസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫർണിച്ചറിൻ്റെ കുഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡോറിൻ്റെ ലോക്കുകളെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട. തീർച്ചയായിട്ടും നമ്മുടെ ഇതുപോലത്തെ അപ്പാർട്ട്മെന്റ്സും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഇതുപോലൊരു പ്രോപ്പറായിട്ടൊരു ചെറിയ റിപ്പയറിങ്ങും മെയിൻ്റനൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയ ഡാമേജ് ഇല്ലാതെ നമ്മുടെ വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും.